നമസ്കാരം. വണ്ടിപ്പെരിയാർ പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. SC/ST വകുപ്പ് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ആരോപണം. വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സർക്കാർ തീരുമാനം. പാർലമെന്റ് അതിക്രമ കേസിൽ ഇന്നും പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചു. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് 2 സഭകളും ബഹളത്തെ തുടർന്ന് നിർത്തിവെക്കുന്ന സാഹചര്യവുമുണ്ടായി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ജനറൽ കൗൺസിൽ അംഗങ്ങൾ രംഗത്തെത്തുന്നു. വിശദീകരണം തേടുമെന്നതാണ് സർക്കാർ നിലപാട്. എന്നാൽ രാജിവെക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു രഞ്ജിത്ത്. ഒപ്പം ചെന്നൈയിലും കേരളത്തിലും വരുത്ത ദിവസം മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. വണ്ടിപ്പെരിയാർ കേസിൽ ഇന്ന് സംഭവിച്ചതിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. വണ്ടിപ്പെരിയാറിൽ നീതി അകലെയോ? വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി എന്ന് കുട്ടിയുടെ പിതാവ് ആരോപിച്ചു. ആനുകൂല്യം ലഭിക്കില്ല എന്ന കത്ത് വന്നപ്പോഴാണ് വകുപ്പ് ചുമത്തിയില്ല എന്നറിഞ്ഞത്. പീരുമേട് MLA കത്ത് നൽകിയിട്ടും പോലീസ് ഇക്കാര്യത്തിൽ പ്രതിക്കൊപ്പമാണ് നിന്നതെന്ന് പിതാവ് ആരോപിച്ചു. ആദ്യം പിതാവ് ഇന്ന് ഈ വിഷയത്തിൽ പറഞ്ഞത് എന്ത് എന്നത് കേൾക്കാം. പോലീസുകാർക്ക് അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ SC ആണെന്നും അവൻ OBC ആണെന്നുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാതെ വിട്ടുപോയി. ജില്ലാ ഓഫീസിൽ നിന്ന് എനിക്കൊരു കത്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് ആനുകൂല്യം കിട്ടുകയില്ല, അത് അട്രോസിറ്റി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, ഇങ്ങനൊരു ആക്ട് ഇടാനുള്ളതും അവർ ഇട്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളും ഞാൻ അറിയുന്നത്. അതിനുശേഷം ഞാൻ DYSPക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. അദ്ദേഹം പറയുന്നത് CIയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയാൽ മതിയെന്ന്. MLAയുടെ ഒരു കത്ത് കൊണ്ടുപോയി DSP കൊടുത്തു. അപ്പോൾ ഇവർ കാലാകാലങ്ങളിൽ കണ്ണനെ അറിയാം, അവൻ SC ആണ്, പ്രതിയും അറിയാം, പ്രതിയുടെ അപ്പനെ അറിയാം. അപ്പോൾ പോലീസുകാർ ആവശ്യപ്പെട്ട പ്രകാരം പോലീസുകാർക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു. അവൻ SC ആണെന്നും അല്ല ക്രിസ്ത്യാനിയാണെന്നും ഇത്ര വർഷങ്ങളായിട്ട് അവൻ മതമാറ്റമൊന്നും ചെയ്തിട്ടില്ല, അവൻ ഇതിനു മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇതിനു മുമ്പുള്ള വില്ലേജ് ഓഫീസർക്ക് തെറ്റുപറ്റിയതാണ്, അന്വേഷിക്കാതെ ഓൺലൈനിൽ മുഖാന്തര എന്തോ കൊടുത്തിട്ടുള്ളതാണ്, തെറ്റുപറ്റിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പ്രതിയെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിൽ മഹേശ്വരൻ പിള്ള പ്രതികരിച്ചു. പോലീസ് അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായെന്ന കോടതി നിരീക്ഷണം പ്രോസിക്യൂട്ടർ തള്ളി. ഈ വിധി റദ്ദ് ചെയ്ത് കുട്ടിക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യം. കോടതിയുടെ നിരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ അപര്യാപ്തമാണ്. DNA പ്രൊഫൈലിംഗ് ഇല്ല. പിന്നീട് ഈ സാക്ഷികൾ പറഞ്ഞതിലുള്ള ചെറിയ കോൺട്രഡിക്ഷൻസ് പോലും വലിയ പ്രാധാന്യത്തോടു കൂടി കോടതി കണ്ടു. ഇതിൽ സയൻറ്റിഫിക് എവിഡൻസ് പര്യാപ്തമാണെന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ വാദം. അതിനുള്ള സുപ്രീം കോടതി വിധികളും സമർപ്പിച്ചിട്ടുണ്ട്. പോലീസ് വ്യാജ തെളിവുണ്ടാക്കി നിരപരാധികളെ കുടുക്കുന്നതിന് ഉദാഹരണമാണ് വണ്ടിപ്പെരിയാർ കേസെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ SK ആദിത്യൻ പറഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൻ സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നു. ഇയാളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. കേസ് അട്ടിമറിച്ചതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പങ്ക് പരിശോധിക്കണമെന്നും SK ആദിത്യൻ പറഞ്ഞു. ഒരാളെ എങ്ങനെ പോലീസ് ഫ്രെയിം ചെയ്യുന്നു, വളരെ ശാസ്ത്രീയമായി അവർക്ക് ഫ്രെയിം ചെയ്യാനുള്ള പ്രത്യേകതരം കഴിവുണ്ട്. അത് ഇത്തരത്തിൽ കോടതിയിൽ വരുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ അത് തള്ളിപ്പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി ഒരു ക്ലാസിക് കേസായി ഈ കേസ് മാറും. ഞാൻ പറയുന്നത് ഈ കുട്ടിയുടെ ലയത്തിനോട് ചേർന്ന് തന്നെ, ഈ കുട്ടി മരിച്ച കൃത്യമുറിയോട് ചേർന്ന് തന്നെ മറ്റൊരാൾ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ. അയാളൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ വളരെ ഇൻട്രസ്റ്റിങ്ങും വളരെ നമ്മളെല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അയാൾ നിലവിലെ ഒരു വലിയ രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖയായ നേതാവിൻ്റെ മകനാണ്. അയാളിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഈ പറയപ്പെടുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് തീർച്ചയായും അന്വേഷണം വരണ്ട. അതിൻ്റെ സ്വാഭാവികമായ നീതിയാണല്ലോ. ശക്തമായി ആവശ്യപ്പെടുന്നു. ഇതിൽ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയെ കൊണ്ട് തന്നെ അന്വേഷണം വേണം. അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ, യഥാർത്ഥ പ്രതിയിലേക്ക് എത്തട്ടെ. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട വിധി സംസ്ഥാനത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നല്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകാൻ നടപടി സ്വീകരിച്ചു. വിഷയം സർക്കാർ ഗൗരവമായി പരിശോധിക്കുമെന്നും
മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന ഒന്നല്ല ആ സാഹചര്യം. അതെന്താണെന്നുള്ളത് ഗൗരവമായി പരിശോധിക്കും. ആവശ്യമായ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള തുടർ നടപടികളും ഉണ്ടാകും. ഇപ്പോൾ തന്നെ അപ്പീൽ പോകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പീൽ അതിൻ്റെ ഭാഗമായി പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോടതിയുടെ നിരീക്ഷണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഗൗരവമായി പരിശോധിക്കുകയും ചെയ്യും. രാഹുൽ വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നത്. രാഹുൽ, ഈ തുടക്കത്തിലൊന്നും ഒരു ഘട്ടത്തിലും പോലീസിനെതിരെ കുടുംബത്തിന് പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം, അതായത് SC/ST പീഡന നിരോധന നിയമം ചുമത്തുന്നതിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്നവർ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ഉണ്ടായ ഒരു വീഴ്ച എന്ന തരത്തിലേക്കാണോ അവരതിനെ കാണുന്നത്? ആ തരത്തിലേക്ക് ഈ കേസ് അവസാനം എത്തുമ്പോഴേക്കും അതിന്റെ ഫലത്തിലേക്ക് എത്തിയില്ല എന്നുള്ളതാണോ ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്? അനുജ, ഈ കേസിൽ ഈ SC/ST ആക്ട് ചുമത്തിയിട്ടില്ല എന്നുള്ളത് ആദ്യം മുതൽ തന്നെ ഈ കുടുംബത്തിനുള്ള പരാതിയാണ്. മറിച്ച് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ തെളിവുകൾ ശേഖരിക്കുന്നതിലോ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ള യാതൊരു അഭിപ്രായവും ഈ കുടുംബത്തിനില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിലാകെ ഒരു പോരായ്മയായി പറഞ്ഞിരിക്കുന്നത് ഈ SC/ST ആക്ട് ചുമത്താത്തതിന്റെ വിഷയം മാത്രമാണ്. പക്ഷേ അതിൽ സമർപ്പിച്ച രേഖകളൊന്നും പര്യാപ്തമല്ലാതിരുന്നത് കൊണ്ട് ഹൈക്കോടതി വരെ അവരുടെ ആവശ്യം, ഈ കുടുംബത്തിന്റെ ആവശ്യം തള്ളിക്കളയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായി നിൽക്കുകയാണ്. മറിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ വന്ന പോലീസിനെതിരെയുള്ള രൂക്ഷ വിമർശനമുണ്ട്. അതൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ശരിയാണെന്ന് ഒരു തരത്തിലും ഇവർ ഒരു വാദം ഉന്നയിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം പോലീസ് കൃത്യസമയത്ത് ഈ അപകടം, ഈ കുട്ടി മരിച്ച ആ ദിവസം തന്നെ ഇവിടേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഈ കോടതിയുടെ വിധി പ്രസ്താവത്തിൽ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ രണ്ടാമത്തെ ദിവസം മാത്രമാണ് ഈ സംഭവ സ്ഥലത്ത് എത്തിയത്. തെളിവുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ പ്രതി രക്ഷപ്പെടാൻ ഉപയോഗിക്കാവുന്ന വഴി അതുൾപ്പെടെ പോലീസ് കൃത്യമായി പരിശോധിച്ചില്ല എന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, എണ്ണി പറഞ്ഞുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു. പക്ഷെ അതൊന്നും ഈ കുടുംബം അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരമൊരു കാര്യം ആരോപണമായി പോലും ഇവർ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ വിഷയത്തിൽ പ്രോസിക്യൂട്ടറും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന പോലീസ് കാരനായിട്ടുള്ള TD സുനിൽകുമാർ, CA ആയിരുന്ന TD സുനിൽകുമാറും തികഞ്ഞ വിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ തങ്ങൾ ശേഖരിച്ച തെളിവുകളൊക്കെ കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൽ യാതൊരു തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും നടന്നിട്ടില്ല എന്നും ഇവർ ആവർത്തിക്കുന്നുണ്ട്. കോടതിക്ക് എന്തുകൊണ്ടോ തങ്ങൾ കൊടുത്ത തെളിവുകൾ പര്യാപ്തമായി തോന്നിയില്ല, അത് എന്തുകൊണ്ടോ പരിഗണിച്ചില്ല എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ കേസിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസിൽ വിധി പറഞ്ഞ ജഡ്ജി ആദ്യം മുതൽ ഈ വിചാരണ കാലയളവിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്ന ജഡ്ജി ആയിരുന്നില്ല. 3 മാസം മുമ്പാണ് ഇപ്പോഴത്തെ ജഡ്ജി ചുമതലയേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജഡ്ജിക്ക് ഈ കേസ് പഠിക്കാൻ കൂടുതൽ സമയം കിട്ടിയിട്ടില്ല, കൂടുതലായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. മാത്രമല്ല കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യത്തിൽ പറയുന്നത് എന്താണ്? പിറ്റേ ദിവസമാണ് ഇവർ ചെന്നത് അങ്ങോട്ടേക്ക് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അടക്കം നമ്മൾ കേട്ടതാണ്. അതൊക്കെ നിഷേധിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു അവർ സംസാരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ അങ്ങോട്ടേക്ക് സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ തെളിവിലേക്ക് എത്തുന്നതിൽ പൂർണ്ണ പരാജയമായിരുന്നു പ്രോസിക്യൂഷൻ എന്ന് കോടതി പറഞ്ഞത് എന്നതിൽ ഇപ്പോൾ ഇവർ ചില കാര്യങ്ങൾ പ്രോസിക്യൂഷൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ അത് പൂർണ്ണമായും വിജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നൊരു ശുഭപ്രതീക്ഷ ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു DNA പരിശോധനാ ഫലം മാത്രമാണ് എതിരായിട്ട് നിന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രതിക്ക് ഈ ഒരു വിധിയിൽ അനുകൂലമായിട്ട് വരാനുള്ള ഘടകമായി പറയുന്നത്. അതായത് ഈ കുട്ടിയുടെ വസ്ത്രത്തിൽ നിന്ന് ലഭിച്ച സാമ്പിളിന്റെ പരിശോധന, ആ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള സാമ്പിളിന്റെ അളവ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് പറയുന്നത്. പക്ഷേ അത് ഈ പ്രതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ ഈ പ്രതിക്ക് ഇതിൽ പങ്കില്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയോ മതിയായ ഒരു തെളിവല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു തെളിവുകൾ ഉണ്ടായിരുന്നു. ഈ കുട്ടിയുടെ നഖത്തിനിടയിൽ നിന്ന് കിട്ടിയ ഈ പ്രതിയുടെ വസ്ത്രത്തിന്റെ നാരുകൾ, കൈവെള്ളയിൽ നിന്ന് കിട്ടിയ നാരുകൾ, അതുൾപ്പെടെ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യമേ ചോദിച്ചതുപോലെ തന്നെ ഇതിൽ ആദ്യം പറഞ്ഞിരുന്നത് ഈ
ഈ സംഭവം നടന്ന രണ്ടാമത്തെ ദിവസമാണ് പ്രതി ഈ സംഭവ സ്ഥലത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത് എന്നുള്ളൊരു വിമർശനമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായത്. അതിലൊരു വിശദീകരണമായി പറയുന്നത് ആദ്യ ദിവസങ്ങളിൽ ഇതൊരു സാധാരണ മരണമായിട്ടാണ് കരുതിയിരുന്നത്. അതായത് കളിക്കുന്നതിനിടയിൽ കഴുത്തിൽ ഷാൾ കുരുങ്ങിയുണ്ടായ ഒരു മരണം എന്ന നിലയ്ക്കാണ് ഇത് കണ്ടിരുന്നത്. പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഇതിൻ്റെ സ്വഭാവം മാറുന്നത്. ഇതൊരു കൊലപാതകമാണ്, ബലാത്സംഗ കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ അന്വേഷണ ചുമതല CA ആയിട്ടുള്ള TD സുനിൽകുമാർ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ എത്താൻ താമസിച്ചത് അല്ലെങ്കിൽ വൈകിയത് എന്നുള്ളൊരു കാര്യമാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇന്ന് നേരിട്ട് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ വീട്ടിൽ വരുമ്പോൾ വിരലടയാള വിദഗ്ധനുണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ഒരു ക്രൈം സീനിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. മാത്രമല്ല, എല്ലാ തരത്തിലുള്ള തെളിവുകളും ശേഖരിക്കാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ശേഖരിച്ചു എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു പോരായ്മ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ പോലീസും ഈ കുട്ടിയുടെ കുടുംബവും പറയുന്നത് ഈ DNA ടെസ്റ്റിനുണ്ടായിരുന്ന സാമ്പിളിൻ്റെ ഒരു കുറവ് മാത്രമാണ്. ബാക്കിയെല്ലാം കൃത്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജഡ്ജ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിൽ കാര്യമായിട്ടുള്ള പഠനം നടത്താൻ കഴിയാതെ പോയതാണ് ഇതിൽ പറ്റിയ വലിയ വീഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആവശ്യത്തിന് തെളിവുകളുണ്ട്, ശാസ്ത്രീയ തെളിവുകൾ അടക്കം എന്നതാണെന്ന് തോന്നുന്നു പ്രോസിക്യൂട്ടറുടെ ശുഭപ്രതീക്ഷ. അത് സുപ്രീം കോടതിയിലെ ചില കാര്യങ്ങളൊക്കെ ഉത്തരവുകളൊക്കെ ചൂണ്ടിക്കാട്ടി അതിന് പര്യാപ്തമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ അതിൽ വളരെ പോസിറ്റീവായ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് അവരുടെ പ്രതീക്ഷ എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ ഈ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ സാക്ഷികളായി പറഞ്ഞിരിക്കുന്നവരുടെ സാക്ഷികളിലെ മൊഴികളിലെ പൊരുത്തക്കേടാണ്. അതായത് പലരും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം. അതിലാണ് ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാ സാക്ഷികളും ഒരേപോലെ മൊഴി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സാക്ഷി പറയുകയാണെങ്കിൽ അത് കൃത്യമായിട്ടും പഠിച്ച് പറയിപ്പിക്കുന്ന ഒന്നായി അതിനെ കണക്കാക്കേണ്ടി വരും എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ പലരും പല രീതിയിൽ പറഞ്ഞെങ്കിൽ മാത്രമേ അതിനൊരു വിശ്വാസ്യത ഉണ്ടാകുന്നുള്ളൂ. സ്വാഭാവികമായിട്ടുള്ള രീതിയിലാണ് അവരൊക്കെ പറഞ്ഞത്, ആരും പറഞ്ഞു പഠിപ്പിച്ചതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവർ വാദമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത് രാഹുൽ, ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നുണ്ടായിരുന്നു ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു, രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു എന്നൊക്കെ. യഥാർത്ഥ പ്രതിയിലേക്ക് അന്വേഷണം എത്തിച്ചേരണം എന്നതാണ് തങ്ങളുടെ ആവശ്യമെന്ന്. ആ ആവശ്യവുമായി അവരും മുന്നോട്ട് പോകുമെന്നതാണോ? ഈ ഘട്ടത്തിൽ അവർ ഈ ആവശ്യവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ പ്രതിഭാഗം മുന്നോട്ട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനു മുമ്പ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയെങ്കിൽ ഈ 2 വർഷക്കാലം ഇതിന്റെ വിചാരണ നടപടികൾ നീണ്ടുപോയി, അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ പ്രതി അല്ല അല്ലെങ്കിൽ ഈ അർജുൻ അല്ല കുറ്റക്കാരൻ എന്നിവർക്ക് ഉറപ്പുണ്ട് എങ്കിൽ എന്തുകൊണ്ട് ഇവർ മേൽക്കോടതിയെ സമീപിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് എങ്കിൽ മറ്റൊരാളാണ് പ്രതിയെങ്കിൽ അവർക്ക് മേൽക്കോടതിയെ നേരത്തെ തന്നെ സമീപിക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു അനുകൂല വിധി സമ്പാദിക്കാൻ കഴിയുന്നതാണ്. തെളിവുകളൊന്നും പര്യാപ്തമല്ല എന്നവർക്ക് ഹൈക്കോടതിയിലെങ്കിലും അത് വാദിച്ച് ജയിക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ വിചാരണ കാലാവധി തീർന്നിട്ടും ഈ വിചാരണ കാലാവധി തീർന്ന് ഈ വിധി വരുന്നത് വരെ ഈ 2.5 വർഷക്കാലം എന്തിന് കാത്തിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ പ്രതിഭാഗം അങ്ങനെ പറയുമ്പോഴും അത് തന്നെയാണ് ഈ പ്രോസിക്യൂഷനും ചോദിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. ഇവരെന്തുകൊണ്ട് നേരത്തെ ഈ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ഈ മേൽക്കോടതിയെ സമീപിച്ചില്ല, ഈ വിചാരണ തീരുന്നത് വരെ എന്തിന് കാത്തിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ SC/ST ആക്ട് ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ആകും. ഇപ്പോൾ കേസ് കേട്ട അല്ലെങ്കിൽ വിചാരണ നടപടികൾ നടന്ന കോടതി കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് കോടതിയാണ്. ആ കോടതി ഇടുക്കി ജില്ലാ കോടതിയാകും. അങ്ങനെ കോടതിക്കും അന്വേഷണ ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ മാറ്റം വരും. അതൊക്കെ ഒരു സംശയം നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിൽ യഥാർത്ഥ പ്രതി ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അർജുൻ അല്ല പ്രതിയെങ്കിൽ യഥാർത്ഥ പ്രതി ആര് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നുണ്ട്. മറിച്ച് ഇപ്പോഴും ഈ അർജുനെ സംശയനിഴലിൽ നിർത്തുന്ന കാര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. അതെ, അതാണ്. ഏതായാലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബാക്കിയാണ്. അപ്പീൽ പോകും എന്നത് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. സർക്കാർ മുഖ്യമന്ത്രിയും അക്കാര്യം അസന്നിഗ്ധമായി തന്നെ വ്യക്തമാക്കുമ്പോൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് കുടുംബം. ഇന്ന് സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് അബദ്ധ ചിന്തകളുമായി നടക്കുന്നയാളാണെന്ന് സമാന്തര യോഗം ചേർന്ന അക്കാദമി അംഗങ്ങൾ. ചെയർമാന്റെ മുണ്ടിന്റെ അറ്റം പിടിച്ച് 6ാം തമ്പുരാനായി നടക്കുന്നത് കൊണ്ടല്ല IFFK ഭംഗിയായി പോകുന്നത്. ഇത് വരിക്കാശ്ശേരി മനയല്ല. പല രീതിയിൽ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ശ്രമിച്ചു.
വാർത്താസമ്മേളനം നടക്കുന്നതിന് മുൻപ് ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും ചെയർമാൻ തയ്യാറായില്ല. ചെയർമാന്റെ മാടമ്പിത്തരത്തിനെതിരായാണ് പ്രതികരിക്കുന്നതെന്ന് അംഗങ്ങൾ പറഞ്ഞു. അക്കാഡമിയിലേക്ക് പുതിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ കൊണ്ടുവരും. ഇതൊന്നും തീരുമാനിക്കുന്നത് ചെയർമാനല്ല, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അതോറിറ്റിയും ചെയർമാനല്ല. അത്തരത്തിൽ അബദ്ധജടിലമായ കുറേ ചിന്താഗതിയുമായിട്ട് നടക്കുകയാണ് ഈ ചെയർമാൻ. നമ്മുടെ ചെയർമാൻ്റെ ധാരണ മുണ്ടിൻ്റെ കോന്തലയും പിടിച്ച് ഒരു ആറാന്തപുരം രീതിയിലൂടെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഇങ്ങനെ ഭംഗിയായി നടക്കുന്നതെന്നാണ്. നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. നമ്മളാരും അക്കാദമിക്ക് എതിരല്ല, ചെയർമാനും എതിരല്ല. പക്ഷേ ചെയർമാൻ കാണിക്കുന്ന ഇത്തരം വളരെ ബോറായ മാടമ്പിത്തരത്തിനാണ് ഞങ്ങളെതിരെ നിൽക്കുന്നത്. എന്നാൽ രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ പ്രതികരണം. കുക്കു പരമേശ്വരൻ 84 മുതൽ സുഹൃത്താണ്, എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞു. ഈ നടന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്ന കുറേ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല, ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. ഞാൻ രാജിവെക്കണോ? അതാണ് രഞ്ജിത്തിന്റെ പ്രതികരണം. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുകയാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പീൽ പോകും എന്നത് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വണ്ടിപ്പെരിയാറിലേക്ക് എത്തുകയാണ്. അവരുടെ കുടുംബാംഗങ്ങളെ കാണുക, അവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. വി ടി ബൽറാം അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്, വി ഡി സതീശനോടൊപ്പമുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നത്, അത് ഒപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും തെളിവുകൾ കൃത്യമായി തന്നെ കോടതിയിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നതാണ് കോടതി ഇന്നലെ വിധി പ്രസ്താവം നടത്തിക്കൊണ്ട് ഈ പ്രതിയെ വെറുതെ വിട്ടുകൊണ്ട് ചൂണ്ടിക്കാട്ടിയത്. അതിനെതിരെ അപ്പീൽ പോകും എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വണ്ടിപ്പെരിയാറിലെ പെൺകുട്ടിയുടെ വസതിയിലേക്ക് എത്തുകയാണ്. കോൺഗ്രസ് ഈ വിഷയം രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കുകയാണ്. രാഹുൽ വിജയനിലേക്ക് ഒരിക്കൽ കൂടി. രാഹുൽ, ഈ വിഷയം ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്, രാഷ്ട്രീയ വിഷയമായി തന്നെ അവർ ഏറ്റെടുക്കും എന്നാണോ ഇദ്ദേഹത്തിന്റെ സന്ദർശനത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് വിഷയം ഇപ്പോഴല്ല രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുന്നത്. ഈ സംഭവം ഉണ്ടായ ആ സമയം മുതൽ തന്നെ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായിട്ട് എത്തിരുന്നതാണ്. വിധി വന്നതിന് പിന്നാലെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇന്നലെയും ജില്ലാ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വണ്ടിപ്പെരിയാർ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വി ഡി സതീശൻ ഈ പെൺകുട്ടിയുടെ 6 വയസ്സുകാരിയുടെ വീട് സന്ദർശിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയെ വെറുതെ വിട്ട നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരു തീരുമാനവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ ഈ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധം, അതായത് ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു പ്രചരണം ഉണ്ടായിരുന്നു. അത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധത്തിന് ഒരു മുൻകൈ എടുക്കുന്നത് എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുകയാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുട്ടിയുടെ മാതാപിതാക്കളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുക. ഒരുപക്ഷെ അവരെ കണ്ടതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടല്ലേ? ഇവരോട് കണ്ട് ഇവരുമായി സംസാരിച്ച് കുട്ടിയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചതിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കുട്ടിയുടെ വീടിനകത്താണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് നമുക്ക് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് ശേഷം പുറത്തിറങ്ങിയതിനു ശേഷമായിരിക്കും അദ്ദേഹം സംസാരിക്കുക. വി ഡി സതീശൻ വണ്ടിപ്പെരിയാറിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിക്കുകയാണ്. ഇതിൽ പ്രതി അർജുനെ ഇന്നലെയാണ് കോടതി വെറുതെ വിട്ടത്. കൃത്യമായി ശാസ്ത്രീയ തെളിവുകൾ കോടതിയിലേക്ക് എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ അപ്പീൽ പോകും എന്നുള്ളതാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും പ്രോസിക്യൂഷനുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥരും തങ്ങൾക്ക് അന്വേഷണത്തിൽ വീഴ്ച വന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുന്നു. മുൻപ് തന്നെ ഇതിൽ പ്രതിയുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ആ കേസ് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് പെൺകുട്ടിയുടെ കുടുംബത്തെ
മാതാപിതാക്കളെ സന്ദർശിക്കാൻ പ്രതിപക്ഷ നേതാവ് നേരിട്ട് വണ്ടിപ്പെരിയാറിലേക്ക് എത്തിയത്. ചലച്ചിത്ര അക്കാദമിയിൽ നടക്കുന്ന പോരുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. നേരത്തെ കൗൺസിൽ അംഗങ്ങൾ ഒന്നടങ്കം രഞ്ജിത്തിനെതിരെ രംഗത്തെത്തുന്ന സാഹചര്യം നമ്മൾ കണ്ടു. രാജിവെക്കേണ്ടെന്ന ഒരു സാഹചര്യം നിലവിലില്ല, രാജിവെക്കില്ല എന്ന പ്രതികരണവുമായി രഞ്ജിത്തും നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഹരികൃഷ്ണൻ തത്സമയം. ഹരികൃഷ്ണൻ, നേരത്തെ ഈ ഇത്തരത്തിലേക്ക് വിനയൻ ഒക്കെ ഒരു ആരോപണം ഉന്നയിച്ച സമയത്ത് നമ്മൾ കണ്ടതാണ് അന്ന് സാംസ്കാരിക മന്ത്രി സ്വീകരിച്ച നിലപാട് എന്താണ് എന്നത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവത്തോടെ വിഷയത്തെ കാണുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടല്ലോ. അനുജ, അങ്ങനെ തന്നെയാണ്. അതായത് സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും സാംസ്കാരിക മന്ത്രിക്കും ഈ കാര്യത്തിൽ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനോട് അതൃപ്തി ഉണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ ജനറൽ കൗൺസിൽ ഉൾപ്പെട്ട ഈ അംഗങ്ങൾ, അതായത് അതിൽ 15 അംഗങ്ങളാണ്. ഈ 15 അംഗങ്ങളിൽ 9 അംഗങ്ങൾ ചേർന്ന ഒരു യോഗം ചേരുന്നത്. ഈ യോഗത്തിൽ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെ ഒരു പരാതി സർക്കാരിന് നൽകുന്നു. ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഈ അക്കാദമിയുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു ഭിന്നിപ്പില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പുറത്തു വന്നത്. പക്ഷേ പിന്നീട് രഞ്ജിത്ത് തന്നെ അത് സ്ഥിരീകരിക്കുന്നു. ഈ അക്കാദമി ജനറൽ കൗൺസിൽ അംഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതൊരു ഭിന്നിപ്പിൻ്റെ കാര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്ന തരത്തിൽ അദ്ദേഹം അത് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. പക്ഷേ പിന്നീട് അത് ആ വിവാദം വലുതാവുകയായിരുന്നു. അതായത് നേരത്തെ തന്നെ ഈ ഡോക്ടർ ബിജുവുമായി ബന്ധപ്പെട്ട ചില വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇതടക്കം ജനറൽ കൗൺസിലിലെ ഒരു വനിതാ അംഗത്തോട് അപമര്യാദയായി അക്കാദമി ചെയർമാൻ പെരുമാറിയ അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ അക്കാദമി ചെയർമാനെതിരെയുള്ള വിമർശനം ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെയാണ് ഈ സർക്കാരിലേക്ക് ഇത്തരത്തിലൊരു പരാതി ഉണ്ടാകുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ജനറൽ കൗൺസിൽ അംഗങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട വിശദീകരണം എന്ന് പറയുന്നത്, ഇത്തരമൊരു ഈ അക്കാദമി ചെയർമാൻ ഒരു മാടമ്പിത്തരമാണ്, ഏകാധിപത്യ പ്രവണതയാണ് കാണിക്കുന്നത്. ഈ ജനറൽ കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കണമെങ്കിൽ തങ്ങളുടെ കൂടി ആവശ്യം ഉള്ളതാണ്, തങ്ങളുടെ കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷെ അത്തരത്തിലൊരു കാര്യമല്ല, ഏകാധിപതിയായാണ് പെരുമാറുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അക്കാദമിയിൽ ഭിന്നിപ്പില്ല എന്ന് അക്കാദമി ചെയർമാൻ വിശദീകരിക്കും. ഇത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ രഞ്ജിത്തിനോട് വിശദീകരണം തേടും എന്നത് സാംസ്കാരിക മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളൂ. എന്നാൽ താൻ രാജിവെക്കേണ്ടത് ഒരു സാഹചര്യമില്ല എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് രഞ്ജിത്ത്. കൊല്ലത്ത് വയോധികയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയായ മരുമകൾ മഞ്ജുമോൾ തോമസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കാണ് മാറ്റിയത്. 24 ആണ് മർദ്ദന വിവരം പുറത്തു കൊണ്ടുവന്നത്. മനുഷ്യാവകാശ കമ്മീഷനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. അരുൺരാജ് വിവരങ്ങളുമായി. അരുൺരാജ്, ജാമ്യം അനുവദിക്കണമെന്നൊരു ആവശ്യം മരുമകൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ട് ഇപ്പോൾ ഉത്തരവായിരുന്നു, റിമാൻഡിൽ വിട്ടിരിക്കുകയാണ് ഇവരെ. ഒരു അധ്യാപികയാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. നമ്മളാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ സർക്കാർ ഇടപെടൽ, അതെല്ലാം ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഈ അമ്മ എവിടെയാണ്? അനുജ, നിലവിൽ ഈ ഏലിയാമ്മ ഇപ്പോൾ വീട്ടിൽ തന്നെ സുഖമായി ഇരിക്കുകയാണ്. നമ്മൾ ഇന്നും രാവിലെയും അമ്മയുമായി സംസാരിച്ചിരുന്നു. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേഷൻ, ഈ കേസിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും കോടതി 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിടുകയും ചെയ്തിരിക്കുന്നു. റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഈ മഞ്ജുമോൾ തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഗുരുതരമായ കുറ്റകൃത്യമാണ്. അമ്മയെ നിലത്തിട്ട് ചവിട്ടുക, അതുപോലെ തന്നെ ഈ പ്രായമായ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അത് വളരെ വലിയ ക്രിമിനൽ കുറ്റമായി തന്നെ നിലനിൽക്കുന്നു. ഇത് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് രേഖപ്പെടുത്തി. ഈ പ്രതിയായ മഞ്ജുമോൾ തോമസ് കോടതിക്ക് മുമ്പാകെ വെച്ച ആവശ്യം, തനിക്ക് മക്കളുണ്ട്, ഈ മക്കളെ പരിചരിക്കാൻ സ്വാഭാവികമായും തനിക്ക് ജാമ്യം അനിവാര്യമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ കേസിന്റെ ഗുരുതര സ്വഭാവം മാനിച്ചുകൊണ്ട് ഈ കേസിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് കോടതി നിലപാടെടുക്കുകയായിരുന്നു. ചവറ കോടതിയുടേതാണ് ഈ നടപടി. എന്തായാലും നിലവിൽ റിമാൻഡ് ചെയ്ത മഞ്ജുമോൾ തോമസിനെ തിരുവനന്തപുരം അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സാമൂഹ്യ നീതി വകുപ്പ് ജില്ലാ ഓഫീസറോട് ഈ വിഷയം പരിശോധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാൻ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തന്നെ നിർദ്ദേശം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ജില്ലാ പോലീസ് മേധാവിയുടെ ഈ വിഷയത്തിൽ അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ തലങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷന്റെ അടക്കമുള്ള വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നും അടക്കം ഇക്കാര്യത്തിൽ ഒരു നടപടി അടക്കം ഉണ്ടായിരിക്കുകയാണ്. ശരി, കൊല്ലത്ത് വയോധിക മർദ്ദിച്ച സംഭവത്തിലാണ് മരുമകൾ മഞ്ജു തോമസിനെ റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്ക് അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റി. ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സ് അതിന് അനുമതി നൽകിയ ദേവസ്വം ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഈ
ഏഹ്, കോടതിയുടെ നടപടി. വിനീത വിവരങ്ങളുമായുണ്ട്. വിനീത, എന്താണ് കോടതി ഇത് റദ്ദാക്കിക്കൊണ്ട് നടത്തിയ നിരീക്ഷണം? അനുജ, ഈ കേസിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അനുമതി നൽകിയ ദേവസ്വം ഉത്തരവ് അത് ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഈ പരിപാടി ബാധിക്കില്ല എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ കോടതി ഉത്തരവിട്ടാൽ ക്ഷേത്രത്തിൽ നിന്ന് അകലം പാലിക്കുന്നത് ഉൾപ്പെടെ പരിഗണിക്കാമെന്നും സർക്കാർ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടെ ഈ കേസ് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ആരാധന നടക്കുന്ന ഇടത്തല്ല നവകേരള സദസ്സ് പരിപാടി നടക്കുന്നതെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ പടനിലം ഉൾപ്പെടുന്ന പ്രത്യേക ഭാഗത്താണ് ആരാധന നടക്കുന്നതെന്നും പരിപാടി ആരാധനയെ ബാധിക്കില്ലെന്നും സർക്കാർ കോടതിയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പരിപാടി ബാധിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. ഈ ദേവസ്വം അനുമതി നൽകിക്കൊണ്ടുള്ള ദേവസ്വത്തിന്റെ ഉത്തരവ് അതാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇതിനിപ്പോൾ ഈ ആരാധനയെ ബാധിക്കുമെന്നൊരു കാര്യം അത് കോടതി മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് വിനീത. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഈ പരിപാടി നടക്കുന്ന ഇടം അത് പുറംപോക്ക് ഭൂമിയാണെന്ന് സർക്കാർ നേരത്തെ കോടതി അറിയിച്ചിട്ടുണ്ടായിരുന്നു. പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ ഈ രൂപരേഖയടക്കം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ ഈ ക്ഷേത്ര മൈതാനം ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണെന്നാണ് ഹർജിക്കാർ മുന്നോട്ട് വെച്ചൊരു വാദം. ഈ ദേവസ്വം വസ്തുവകകൾ അത് ദേവന്റേതാണ്. സ്കൂളിൽ പ്രവർത്തനാനുമതി മാത്രമേ ഉള്ളൂ. ക്ഷേത്ര പരിസരം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സ്കൂൾ അധികൃതർക്ക് അധികാരമില്ലെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ ദേവസ്വം ബോർഡിന് അനുമതി നൽകാനാകില്ലെന്നും ഈ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആ കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അനുജ, ഇതിലിപ്പോൾ സർക്കാർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണ്? അത് പൂർണ്ണമായും കോടതി തള്ളിക്കളഞ്ഞു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് വിനീത? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്ന് രാവിലെയോടെ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ ഈ പരിപാടി നടക്കുന്ന ഇടം അത് പുറംപോക്ക് ഭൂമി എന്നായിരുന്നു സർക്കാർ പറഞ്ഞിട്ടുണ്ടായത്. ഇത് മറുപടി സത്യവാങ്മൂലത്തിലൂടെയാണ് ഇക്കാര്യം കോടതി അറിയിച്ചിരുന്നത്. പരിപാടി നടക്കുന്ന സ്ഥലത്തിന്റെ രൂപരേഖയടക്കം സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ നവകേരള സദസ്സിന്റെ പരിപാടി മുഴുവനും നടക്കുന്നത് ഈ ക്ഷേത്ര പരിസരത്തായിരുന്നു എന്നാണ് ഹർജിക്കാർ ഇതിന് മറുവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പരിപാടി നടക്കുന്ന സ്ഥലം ക്ഷേത്രത്തിന്റെ പടനിലമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ പരിപാടി നടക്കുന്ന ഇടം പുറംപോക്ക് ഭൂമിയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ നിലവിൽ ഭൂമി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ഈ കോടതി ഇങ്ങനെ ഒരു ഉത്തരവിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്തെ നവകേരള സദസ്സിൽ അനുമതി നൽകിയ ദേവസ്വത്തിന്റെ ഉത്തരവ് അത് ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. അതായത് ദേവസ്വം ബോർഡിന് അങ്ങനെ ഒരു ഉത്തരവ് നൽകാനുള്ള അധികാരമില്ല എന്നതാണോ കോടതി പ്രധാനമായി ചൂണ്ടിക്കാട്ടിയത് വിനീത? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ദേവസ്വം ബോർഡിന് ഇങ്ങനെയൊരു ഉത്തരവ് നൽകാൻ അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ ഈ ഹർജിക്കാർ മുന്നോട്ട് വെച്ച അവരുടെ ആവശ്യങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന തരത്തിൽ തന്നെയാണ് കോടതി അത് വേണ്ടവിധം നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. അതാണ് കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് വേദിയൊരുക്കാൻ അനുമതി നൽകിയ ദേവസ്വം ഉത്തരവാണ് ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. അരുൺ രാജിലേക്ക് കൂടി ഇതിന്റെ വിശദാംശങ്ങൾക്കായി പോവുകയാണ്. അരുൺ രാജ്, ഇത് സർക്കാർ ഉന്നയിക്കുന്ന വാദം പുറംപോക്ക് ഭൂമിയാണ് എന്നുള്ളതാണ്. എന്നാൽ ഇത് ക്ഷേത്രത്തിന്റെ പടനിലമാണ് എന്നുള്ളത് ഹർജിക്കാർ ഉന്നയിക്കുമ്പോൾ ദേവസ്വത്തിന് എന്തുകൊണ്ടാണ് ഇതിന് അധികാരമില്ല ഇങ്ങനൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ, അനുവാദം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ എന്തുകൊണ്ട് ദേവസ്വത്തിന് അധികാരമില്ല എന്ന് കോടതി പറയുന്നു? അനുജ, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലയിലെ രണ്ടാം ദിവസത്തെ ആദ്യ പരിപാടിയാണ് ഈ ചക്കുവള്ളിയിൽ ക്രമീകരിച്ചിരുന്നത്. ഈ പരിപാടിയുമായോടനുബന്ധിച്ച് ഈ പന്തലടക്കം ഈ ചക്കുവള്ളിയിൽ തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥലത്തെത്തുകയും ഈ സ്ഥലത്ത് ഈ ഭക്തജന കൂട്ടായ്മയടക്കം ചർച്ച നടത്തുകയും ചെയ്തു. പക്ഷേ ഇതൊന്നും ഫലം കാണാതെയാണ് അവർ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയത്. അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്ന് ഇത് ക്ഷേത്ര പ്രവർത്തനത്തെ ബാധിക്കുന്നു. ദീപാരാധന സമയത്താണ് ഈ പരിപാടി നിലവിൽ അവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് ക്ഷേത്രങ്ങളുടെ ആചാര ലംഘനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വഴിതെളിക്കും. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഹൈക്കോടതി മുമ്പിലേക്ക് ഉള്ളതാണ്. ഈ ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഈ സ്ഥലം പിടിച്ചെടുക്കുകയും പിന്നീട് മതിൽ കെട്ടുകയും അടക്കം ചെയ്തത്. ഈ സ്ഥലത്താണ് പിന്നീട് നവകേരള സദസ്സിനായി സർക്കാർ സ്ഥലം കണ്ടെത്തുകയും അവിടെ പന്തലടക്കം മുന്നോട്ട് കൊണ്ടുപോയത്. ഇത് ക്ഷേത്ര പ്രവർത്തനത്തെ പൂർണ്ണമായും ബാധിക്കുമെന്നും ഇത് ദീപാരാധന സമയമാണ്, വൃശ്ചിക മാസമാണ്, സ്വാഭാവികമായും ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ഭക്തജനങ്ങളും ഈ ക്ഷേത്ര ഭാരവാഹികളും ഹൈക്കോടതിയെ സമീപിച്ചത്. എന്തായാലും
എന്തായാലും ഈ വാദങ്ങൾക്കാണ് ഇപ്പോൾ കോടതി നിലവിൽ ആ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, ഇത് അരുൺ, ഒരു കാര്യം കൂടി, ഇതിൽ എന്തുകൊണ്ടാണ് ഈ ദേവസ്വം ഇങ്ങനെ ഒരു അനുമതി നൽകിയത്? ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആരാധനയെ ഇത് ബാധിക്കും എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് ദേവസ്വം ഇതിന് അനുമതി നൽകിയത്? ആ ഉത്തരവാണല്ലോ ഇപ്പോൾ കോടതി റദ്ദാക്കിയത്. തീർച്ചയായും ഇത് തന്നെയാണ് കോടതിക്ക് മുമ്പാകെ എത്തിയ രണ്ട് തരത്തിലുള്ള ഉത്തരവാണ്. ഒന്ന്, ദേവസ്വം വകുപ്പ് തന്നെ നേരത്തെ ഇറക്കിയ ഒരു ഉത്തരവുണ്ടായിരുന്നു. ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ ദേവസ്വം വസ്തുവിൽ മറ്റ് പരിപാടികൾ നടത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇത് ഭക്തജന സമിതിയും അതുപോലെ തന്നെ ഈ ഭക്തരും ഈ കോടതിക്ക് മുമ്പാകെ ചലഞ്ച് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നവകേരള സദസ്സ് ക്ഷേത്ര പ്രവർത്തനത്തെ ബാധിക്കും, അത് കൃത്യമായി തന്നെ പറഞ്ഞത്. ഇത് ദേവസ്വം ബോർഡ് മുന്നോട്ട് വെക്കുന്നത് കേവലം രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ മാത്രമാണ്. അതിനപ്പുറം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇത് ദേവസ്വം ബോർഡ് കണക്കിലെടുത്തില്ല എന്നുള്ളതായിരുന്നു ഭക്തരുടെ വാദം. അതുകൂടി കണക്കിലെടുത്താണ് കോടതിയുടെ ഇപ്പോഴത്തെ വിധി വന്നിരിക്കുന്നത്. ശരി, കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് വേദിയൊരുക്കാൻ അനുമതി നൽകിയ ദേവസ്വം ഉത്തരവാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. ഇത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും, ആരാധനയെ തടസ്സപ്പെടുത്തുമെന്നുള്ള ഹർജിക്കാരുടെ വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു. പാർലമെന്റ് നടപടികൾ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. പാർലമെന്റ് അതിക്രമ വിഷയത്തിലെ സർക്കാർ നിലപാടിൽ ആത്മാർത്ഥതയില്ലെന്നും BJP MPക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയത്. വിഷയത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനം രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം ലക്ഷ്യമിട്ടുള്ളതാണെന്ന് രാജ്യസഭയിലെ BJP സഭാ നേതാവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമർശിച്ചു. പ്രശ്നം ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് BJP പാർലമെന്ററി പാർട്ടി യോഗം വിലയിരുത്തും. അതേസമയം പാർലമെന്റിലെ പുക ആക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഝായെ കസ്റ്റഡിയിൽ വിട്ടു. ആക്രമണത്തിലെ പങ്കിനെക്കുറിച്ചും ഗൂഢാലോചനയെക്കുറിച്ചും ലളിത് ഝാ വെളിപ്പെടുത്തിയെന്ന് സ്പെഷ്യൽ സെൽ കോടതിയെ അറിയിച്ചു. 7 ദിവസത്തേക്കാണ് കസ്റ്റഡി. ഞങ്ങളുടെ പ്രതിനിധികൾ R രാധാകൃഷ്ണനും ബൽറാം നെടുങ്ങാടിയും വിശദാംശങ്ങളുമായുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ഇതിലിപ്പോൾ കോടതിയുടെ നടപടി എന്താണ്? ഇയാൾ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സംഭവം ആസൂത്രണം ചെയ്തത്, മറ്റാർക്കൊക്കെ പങ്കുണ്ട് എന്നൊക്കെയുള്ളത് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്നതാണോ വിവരം? അനുജ, അല്പസമയം മുമ്പാണ് ലളിത് ഝായെ കോടതി, ഡൽഹി പട്യാല ഹൗസ് കോടതി 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇയാളെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ വേണം എന്നായിരുന്നു പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസിനോട് ഇയാൾ തന്നെ തനിക്ക് ഈ പദ്ധതിയുടെ ആസൂത്രണത്തിലുള്ള പങ്ക് അടക്കമുള്ള വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നുമാണ് പോലീസ് കോടതിയിൽ അറിയിച്ചത്. പ്രധാനമായും ഇവർക്ക് സാമ്പത്തിക സ്രോതസ് ഉണ്ടായിരുന്നോ അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം ആവശ്യമാണ്. കൂടാതെ ഈ കേസിൽ ഉൾപ്പെട്ട 4 പ്രതികളും 4 പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഈ 4 ഇടങ്ങളിലും ഇയാളെ എത്തിച്ച്, ഇയാൾ മുഖ്യ സൂത്രധാരനായതുകൊണ്ട് തന്നെ ഇയാളെ 4 ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനാലാണ് 15 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടത്. എന്നാൽ കോടതി 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിടാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തന്റെ ഒരു സഹായിയായ മഹേഷിനോടൊപ്പം എത്തിയാണ് ഡൽഹി പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കീഴടങ്ങിയത് ലളിത് ഝാ. ഈ സഹായി എന്നുള്ളത് രാജസ്ഥാൻ സ്വദേശിയാണ് മഹേഷ്. ഇയാളായിരുന്നു ഈ ഡൽഹി ഈ സംഭവത്തിന് ശേഷം, പാർലമെന്റിലെ അക്രമത്തിന് ശേഷം പുറത്തു നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ അത് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി തനിക്ക് ഇയാൾക്ക് ബന്ധമുള്ള NGOയ്ക്ക് അയച്ചു നൽകുകയും അവിടെ നിന്ന് പിന്നീട് രാജസ്ഥാനിൽ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഈ പോലീസ് അന്വേഷണം ഊർജിതമായി തെരച്ചിൽ ശക്തമായ ഘട്ടത്തിലാണ് എത്തി കീഴടങ്ങിയിരിക്കുന്നത് ഡൽഹി കർത്തവ്യപഥ് പോലീസ് സ്റ്റേഷനിൽ എന്നാണ് പോലീസിനോട് ഇയാൾ വെളിപ്പെടുത്തിയത്. ഇനിയും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നും കൂടുതൽ പേരിലേക്ക് ഈ അന്വേഷണം എത്തേണ്ടതുണ്ടോ, ഒപ്പം തന്നെ ഇവരുടെ യഥാർത്ഥ കാരണം എന്താണ്, ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ, സാമ്പത്തിക സ്രോതസ് എന്താണ് തുടങ്ങിയ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ടെന്നാണ് പോലീസിന്റെ നിലപാട്. അനുജ, പാർലമെന്റ് അതിക്രമ കേസിലെ മുഖ്യ സൂത്രധാരൻ ലളിത് ഝായെയാണ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് പട്യാല ഹൗസ് കോടതി ഉത്തരവായത്. ഇന്ന് പാർലമെന്റിൽ എന്ത് സംഭവിച്ചു എന്നതിന്റെ വിവരങ്ങളിലേക്കാണ് ഇനി R രാധാകൃഷ്ണനുണ്ട് തത്സമയം. R രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ വീണ്ടും പാർലമെന്റിന് പുറത്തും അകത്തും ഒക്കെ പ്രതിഷേധം നമ്മൾ കണ്ടു. ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക്, തൽക്കാലം മുഖവിലക്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തിച്ചേരുന്നത്? മറ്റൊന്ന്, BJP MP പ്രതാപ് സിംഹ എന്ന BJP MPയുടെ കാര്യത്തിൽ ഒരു തരത്തിലും നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നതാണോ സർക്കാരിന്റെ നിലപാട്? ഈ സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളാണ് ഇന്നും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്. പാർലമെന്റിന്റെ അകത്ത് സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, അത് ലോക്സഭയുടേത് ലോക്സഭ
സ്പീക്കറിന്റേതും രാജ്യസഭാ ചെയർമാന്റെയും അധികാര പരിധിക്കുള്ളിൽ വരുന്നതാണ് എന്നാണ് കേന്ദ്രം ആവർത്തിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ സ്പീക്കർ നിർദ്ദേശിച്ചാൽ മാത്രം ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതികരിക്കാനേ ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കൂ എന്നുള്ള നിലപാടിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അത് ചട്ടപ്രകാരം അനുവദനീയമല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുൻവിധിയോടുകൂടിയുള്ള സമീപനം സർക്കാരിനില്ല എന്ന് പലവട്ടം ഇന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ആവർത്തിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലുള്ള ചട്ടങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാനായി സാധിക്കുകയുള്ളൂ. ഈ സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത്. വയനാട് കല്ലൂർകുന്നിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവ യുവാവിനെ കൊന്ന കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ് പ്രദേശം. സമീപത്തെ വയലിലും കാൽപ്പാടുണ്ട്. കടുവയുടേതെന്ന് കരുതുന്ന കാഷ്ടവും ലഭിച്ചു. മേഖലയിൽ വനംവകുപ്പ് പരിശോധന നടത്തുകയാണ്. വാഗേരിയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയ്ക്കായുള്ള തെരച്ചിൽ 6ാം നാളും തുടരുകയാണ്. അതേസമയം വാഗേരിയിലെ നരഭോജി കടുവയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്ന് ഉത്തരമേഖല CCF KS ദീപ അറിയിച്ചു. വയനാട്ടിലുള്ള 100ഓളം സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട്. പിന്നെ RRT ഉണ്ട്. അരുൺ സക്രി എത്തിയിട്ടുണ്ട്. കുംകീസ് 2 ആന നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ID നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൈഗർ നമ്മളുടെ വിസിനിറ്റിയിൽ തന്നെയായിട്ട് തന്നെ നമ്മളതിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഒരു ആപ്റ്റായിട്ടുള്ളൊരു പൊസിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കതിനെ ട്രാങ്കുലൈസ് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും മറ്റ് എന്ത് രീതിയിലുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ അതിനുള്ള ഡയറക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മൂവ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷൻസിൽ തന്നെയാണ് നമ്മളെപ്പോഴും. എത്രയും പെട്ടെന്ന് സക്സസ്ഫുൾ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ വണ്ടിപ്പെരിയാറിൽ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. VT ബൽറാം ജഡ്ജ്മെന്റ് വായിച്ചപ്പോൾ ജഡ്ജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഗുരുതരമായ തെറ്റുപറ്റി എന്നുള്ളതാണ്. കാരണം ഇത് ദൃക്സാക്ഷികളില്ലാത്ത കേസാണ്. ദൃക്സാക്ഷികളില്ലാത്ത കേസുകളിൽ സാധാരണ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയമായ തെളിവുകളുമാണ് ശേഖരിക്കേണ്ടത്. ഇപ്പോൾ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇൻവെസ്റ്റിഗേഷൻ പരാജയപ്പെട്ടു. അതായത് സാധാരണ തൂങ്ങി മരിച്ചാൽ പോലും കിട്ടുന്ന തെളിവുകൾ പോലും ഇത് പീഡിപ്പിച്ച് തൂക്കിക്കൊന്നതായിട്ട് പോലും ആവശ്യമായിട്ടുള്ള ഫോറൻസിക് തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. അവിടെ നിന്ന് കളക്ട് ചെയ്ത ബെഡ്ഷീറ്റ് പോലും ഈ തെളിവ് നിയമപ്രകാരമുള്ള പ്രൊസീജിയർ അനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല അത് എടുത്തിരിക്കുന്നത്. പിന്നെ ഈ കുട്ടിയെ തൂക്കാൻ ഉപയോഗിച്ച ഒരു തുണി അത് അലമാരയിൽ നിന്ന് എടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അലമാര കൃത്യമായി ഫിംഗർ പ്രിൻ്റ് വിദഗ്ധരെ കൊണ്ട് വിരലടയാള വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് അല്ല ഇത് വരുത്തിയിട്ടില്ല. പിന്നെ അന്ന് എത്തേണ്ടതിന് പകരം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പിറ്റേ ദിവസമാണ് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് സംഭവ സ്ഥലം സന്ദർശിക്കുന്നത്. അങ്ങനെ തുടങ്ങി യാതൊരു വിധത്തിലുള്ള തെളിവുകളും ശേഖരിക്കാമായിരുന്നു എന്നാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യതയെ വരെ ഇതിനകത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 വഴിയാണുള്ളത്. അപ്പോൾ കുടുംബമായിട്ട് ആലോചിച്ചിട്ട് മുതിർന്ന അഭിഭാഷകരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുക. 2 വഴിയാണുള്ളത്. ഒന്ന് നേരെ അപ്പീൽ പോവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഈ തെളിവുകളുമായി അപ്പീൽ പോയാൽ ഇപ്പോഴുള്ള വിധി റിവേഴ്സ് മാറ്റാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടോ, ഇപ്പോഴുള്ള തെളിവുകളും മതിയോ, ജഡ്ജ്മെൻറ്റിലെ കുഴപ്പമാണോ നോക്കണം, പരിശോധിക്കണം. അതല്ലെങ്കിൽ ഇപ്പോൾ ലീഗയുടെ കേസിലൊക്കെ വിദേശ വനിതയായ ലീഗ കൊല്ലപ്പെട്ട കേസിലൊക്കെ ഉണ്ടായതുപോലെ പുനരന്വേഷണം നടത്തി ആവശ്യമായ തെളിവുകൾ ശേഖരിച്ച് പോകാൻ കഴിയുമോ? ഈ 2 സാധ്യതകളാണ് മുന്നിലുള്ളത്. അപ്പോൾ കുടുംബമാണത് തീരുമാനിക്കേണ്ടത്. അത് മുതിർന്ന അഭിഭാഷകരുമായി സംസാരിച്ച് ഏറ്റവും നല്ല അഭിപ്രായം ഏതാണെന്ന് സ്വീകരിച്ച് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ നിയമസഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ഈ കേസ് ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. ഈ വിധിക്ക് പിന്നാലെ അതിനൊന്നുകൂടി മൂർച്ച കൂടുകയാണോ? അല്ല, തീർച്ചയായിട്ടും അതിലൊരു അടിസ്ഥാനമുണ്ട്. കാരണം ഈ വാളയാർ കേസിൽ ഇപ്പം ഞാൻ തന്നെ മുഖ്യമന്ത്രിക്ക് അന്ന് ഇവിടെ വന്നതിന് ശേഷം കൊടുത്ത കത്തിൽ വാളയാർ കേസിനെ സംഭവിച്ചത് ഇതിൽ സംഭവിക്കരുത് എന്ന് അതിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ അവരെ കാണിച്ചതാണ്. ആ കത്താണ് അവരുടെ കയ്യിലുണ്ട്. കോപ്പി ഞാൻ അവർക്കും കോപ്പി അയച്ചു കൊടുത്തിരുന്നത്. കാരണം വാളയാർ കേസിൽ പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തി. അന്ന് തന്നെ ഈ പല സമ്മർദ്ദവും പല രീതിയിൽ ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്.
അതുപോലെ തന്നെയാണ് അട്ടപ്പാടിയിലെ മധുവിൻ്റെ കേസിലും ഈ മൂന്ന് കൊലപാതകങ്ങളും ക്രൂരമായ കൊലപാതകങ്ങളാണ്. ഈ 3 കൊലപാതകങ്ങളിലെയും പ്രതികളായിട്ടുള്ള ആളുകൾ CPM-മായി ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഇതിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അപ്പീൽ പോവുക, അതല്ല എന്നുണ്ടെങ്കിൽ പുനരന്വേഷണമാണോ ഇതിനടുത്ത മാർഗം എന്നൊക്കെയുള്ളത്. അത് മുതിർന്ന അഭിഭാഷകരുമായി കൂടിയാലോചന നടത്തി വേണം തീരുമാനമെടുക്കാൻ. എല്ലാ നിയമസഹായവും ഈ കുടുംബത്തിന് നൽകാൻ തയ്യാറാണ് പാർട്ടി എന്നതാണ് ഇപ്പോൾ VD സതീശൻ അറിയിച്ചിട്ടുള്ളത്. വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. ഇതിൽ ഒപ്പം തന്നെ അദ്ദേഹം പാർട്ടി എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്നതിൻ്റെ സംശയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. വാളയാർ, അട്ടപ്പാടി, മധു തുടങ്ങിയ കേസുകളിൽ പ്രതികൾക്കുണ്ടാകുന്ന പാർട്ടിയുമായുള്ള അടുപ്പം, അതെങ്ങനെയാണ് ആ കാര്യത്തിലൊക്കെ പ്രതികൾക്ക് അനുകൂലമായി ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്, അത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ടോ എന്ന സംശയം അതൊക്കെ ഈ ഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്.